അസ്സലാമു അലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടൊരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുമ്പോൾ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബ്രെഡ് ഇഡ്ഡലി സ്നാക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് എത്ര എണ്ണം വേണോ അത്ര അനുസരിച്ച് ബ്രെഡ് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ആണ്. നമ്മൾ കുട്ടികളൊക്കെ കഴിയുന്നത് സാധാ ഏത് ചോക്ലേറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് എടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ബ്രെഡ് വേണോ അതിനനുസരിച്ച് ബ്രെഡ് കൊടുക്കുക. ചോക്ലേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചോക്ലേറ്റ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു ബ്രെഡ് എടുത്ത് വെക്കണം. ആ ബ്രെഡ് എടുത്ത് വെച്ചതിന് ശേഷം ചെറിയൊരു പീസ് ചോക്ലേറ്റ് അതിൻ്റെ മേലെ എടുത്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ നമുക്കൊരു ബ്രെഡ് കൂടി വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു നല്ല സ്റ്റീൽ ഗ്ലാസ്സോ എന്തെങ്കിലും ഇതുപോലെ നമുക്ക് അമർത്തി ഷേപ്പ് ആക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ്, ഏത് ഷേപ്പ് വലിയ സൈസ് വേണം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഗ്ലാസ് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം അത് ബാക്കിയുള്ളത് ഒഴിവാക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടും കേട്ടോ. ഇതിനായിട്ട് കുറച്ച് വലിയ ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ ഷേപ്പിലാണ് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഇതുപോലെ അങ്ങനെ ഇട്ടിച്ച് കൊടുക്കണം. അതിന് വേണ്ടി കുറച്ച് വെള്ളം നമുക്ക് എടുക്കുക. ആ വെള്ളം എടുത്തിട്ട് നമ്മൾ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. വെള്ളം കൂടുതലാവരുത്. കുറച്ച് ഇതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ വെച്ച് ഇങ്ങനെ ആ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ പ്രസ് ചെയ്ത് തന്നെ അത് ഒട്ടുട്ടാ. കുറച്ച് വെള്ളത്തിനെടുക്കുക. ഓരോ അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോൾ ഒരു വിരലിങ്ങനെ വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ആ സൈഡിൽ ഒന്ന് വെച്ച് കൊടുക്കുക, തേച്ച് കൊടുത്താൽ എന്നിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ തന്നെ അതിങ്ങനെ ഒട്ടുട്ടോ. വെള്ളം ഒരുപാട് അങ്ങോട്ട് ബ്രെഡിലാവണ്ട. ഇതുപോലെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിക്കിട്ടുട്ടോ. ഞാൻ അപ്പോൾ ഒരു 2 ബ്രെഡ് കൊണ്ട് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 പീസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് ബ്രെഡ് സ്ക്രബ്സ് എന്താണെങ്കിലും നമുക്ക് അങ്ങനെ ആക്കി വെക്കാം കേട്ടോ. വേസ്റ്റാക്കി കളയണ്ട. അതിനുശേഷം പാൻ ചൂടായതിനു ശേഷം കുറച്ച് ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗീ എടുക്കാം കേട്ടോ. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ എടുക്കാൻ നോക്കാം. അതിന് ശേഷം നമ്മൾ ആക്കി വെച്ച ഈ ബ്രെഡ് ഇഡ്ഡലിയിൽ ഇതിൽ കിട്ടും. അതിൻ്റെ ഷേപ്പ് ഇതുകൊണ്ടാണ് ഇഡ്ഡലി എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയുടെ ഷേപ്പാണല്ലോ വരുന്നത്. അപ്പോൾ അത് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുക. ഫ്ലെയിം ആകുമ്പോൾ നല്ല കുറച്ച് കൊടുക്കുക. കാരണം ഹൈയിൽ ഇടരുത്. കാരണം അതിൻ്റെ ആ ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ ഹൈയിലൊക്കെ ഇട്ടാൽ ബ്രെഡ് പെട്ടെന്ന് അങ്ങോട്ട് ഫ്രൈ ആയി കിട്ടും. അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് മെൽറ്റാവില്ല. അപ്പോൾ ലോലോ മീഡിയത്തിലോ ഇട്ടിട്ട് മെല്ലെ മെല്ലെ ആക്കിയെടുക്കണം. അപ്പോൾ ഒരു സൈഡ് ആകുമ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഓരോ സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ ആക്കിയെടുത്താൽ അതിൻ്റെ ആ ചോക്ലേറ്റൊക്കെ നല്ല മെൽറ്റായിട്ട് വരും. ഞാൻ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കരിയിക്കേണ്ട. അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് അതിലിങ്ങനെ ഗീയോ നിങ്ങൾ ബട്ടറാണോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്താൽ അതിങ്ങനെ ഡ്രൈ ആവുകയാണെങ്കിൽ കുറച്ച് ചെറിയൊരു പീസും കൂടി അത് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ബ്രെഡ് ഇഡ്ഡലി ഇവിടെ 2 ഭാഗം നല്ല ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഇഡ്ഡലി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കുക. കുട്ടികൾക്ക് സ്കൂളിൽ വരുന്ന സമയത്താണെങ്കിലും വലിയവർക്കാണെങ്കിലും നല്ല ഇഷ്ടമാവും. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ആ ബ്രെഡ് ഫ്രൈ അതിൻ്റെ ഒരു ഇതും ക്രിസ്പിനെസ്സും ഉണ്ടാവും. അതുപോലെ തന്നെ ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു മെൽറ്റായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇത് നല്ല മെൽറ്റായിട്ട് നമ്മൾ എന്താ പറയുക നല്ലൊരു ജ്യൂസ് ആയിട്ട് തന്നെ എടുക്കേണ്ട. ആ ചോക്ലേറ്റൊക്കെ നല്ല മെൽറ്റായിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ ഈസിയാണ്. എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്ത് വിടാനാണെങ്കിലും സ്കൂൾ കഴിഞ്ഞിട്ട് ഈവനിങ് ടൈമിൽ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുത്തെടുക്കാൻ നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.